നമസ്കാരം. ബയോസ് നാച്ചുറൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് pH പേപ്പർ അല്ലെങ്കിൽ pH സ്ട്രൈപ്സ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ pH കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. pH പേപ്പർ നമുക്കറിയാം, നമ്മളിത് ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താവുന്നതേ ഉള്ളൂ. ഈ pH പേപ്പർ വളരെ വില കുറവാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന pH മെഷീനും ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉപയോഗിച്ചാണ് pH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് 1 സെക്കൻഡ് അല്ലെ 2 സെക്കൻഡ് മാത്രം മതിയാകും. ഓക്കെ, നമുക്കറിയാം pH എന്ന് പറയുന്നത്, നമുക്ക് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 0 to 14 വരെയാണ് അതിൻ്റെ നമ്പർ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ന്യൂട്രൽ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം അത് പ്യൂരിറ്റി, അതിൻ്റെ ഒരു ശുദ്ധമായ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ pH നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 7 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കർഷകർ, ഫാമേഴ്സ് നമുക്ക് മണ്ണ് വല്ലതും കൊണ്ട് തരികയാണെങ്കിൽ നമ്മുടെ ലാബിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അതും pH എന്തായിരിക്കണം? 7 ആയിരിക്കണം. അപ്പോൾ നമ്മൾ 0 to 6 എന്ന് പറയുന്ന ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിലാണ് വരുന്നതെങ്കിൽ, ആ കളർ വരികയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? അസിഡിറ്റി എന്ന് പറയാം. ഇനി 7 ആണെങ്കിൽ നമുക്ക് ന്യൂട്രലാണ്. ഇനി 8 to 14 നമ്പേഴ്സ് പറയുകയാണ്, നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ബേസിലുള്ള കളറാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് ആൽക്കലൈൻ ചെയ്യും, അല്ല എങ്കിൽ ബേസിക് എന്ന് പറയാം. അപ്പം നമുക്ക് അതിന് വേണ്ടി നമ്മൾ ആസിഡും ബേസും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ശുദ്ധമായ വെള്ളമുണ്ട്. നമുക്ക് ഈ വെള്ളമുണ്ട്, നമ്മൾ തോടുന്നെടുത്തതാണ്. കുറേ നാൾക്ക് മുമ്പ് എടുത്ത വെള്ളമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അസിഡിറ്റി നോക്കാൻ വേണ്ടി വിനീഗറും ഉണ്ട്, ടൊമാറ്റോയും ഉണ്ട്. അതിൻ്റെ വൈറ്റമിൻ സി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ബേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ്, ഇപ്പോൾ നമ്മൾ സർഫാണ് എടുത്തിരിക്കുന്നത്, അത് വെച്ച് നമുക്ക് അതിൻ്റെ pH ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത് 3 ഐറ്റംസ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി, ആസിഡ് ഏതാ, ന്യൂട്രൽ ഏതാ, ബേസിക് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പല കുട്ടികളും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ബേസിക്കായിട്ട് ഈ pH പേപ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ pH കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഒത്തിരി കുട്ടികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഈ തോടിലെ വെള്ളം എടുക്കുകയാണ്. പിന്നെ നമ്മൾ ശുദ്ധമായ വെള്ളം എടുക്കുകയാണ്. ഉണ്ടോ കയ്യിലുണ്ടോ? ഇതിൽ നമ്മൾ ഒരു സ്ട്രൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ശുദ്ധമായ വെള്ളവും ഇത് നമ്മുടെ തോടിലെ വെള്ളവുമാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കാം. ഇവിടുത്തെ ലൈറ്റ് ഒന്ന് വരാം. ഇത് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. 1 സെക്കൻഡ് വെച്ചാൽ മതിയാകും. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഇത് 1 to 7 വരെയാണ്. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞു ഈ 1 to 6 വരികയാണെങ്കിൽ ആ നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ, ആ കളറാണ് വരികയാണെങ്കിൽ നമുക്കത് ആസിഡ്, ഓക്കെ, അസിഡിക്കാന്ന് പറയാം. ഇനി 7 ആണെങ്കിൽ നമുക്ക് എന്താണ്? ന്യൂട്രലാണ്. അത് കഴിഞ്ഞ് 8 to 14 ആണ് ഇവിടെയുള്ളത്, അത് നമുക്ക് ബേസിക്കാന്ന് പറയാം, ആൽക്കലൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തു. ഇനി നമുക്ക് നോക്കാം ഏത് കളറാണ് വരുന്നതെന്ന്. കണ്ടോ, ശരിക്കും ഏത് കളറാണ് വരുന്നത്? 7ലാണ് വരുന്നത്. കണ്ടോ, ഇത് നമുക്ക് 7ൽ തന്നെ വരുന്നുണ്ട്. കണ്ടല്ലോ, കാണുന്നുണ്ടോ അല്ലേ? ശരിക്കും ഒരു യെല്ലോ കളറിൽ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം നമ്മുടെ ഈ വെള്ളം ശുദ്ധമായതാണ്. എന്താണ് അതിൻ്റെ pH വാല്യൂ 7 ആണെന്ന് പറയാം, ന്യൂട്രൽ ആണെന്ന് പറയാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മൾ കുറേ നാളിവിടെ വച്ചിരുന്ന വെള്ളമാണ്, തോടുന്നെടുത്ത വെള്ളമാണ്. ഒരു വാട്ടർ ടെസ്റ്റിന് വേണ്ടി ഒരു കുട്ടി എടുത്തതാണ്. ആ വെള്ളം നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. വലിയ വ്യത്യാസമില്ല അല്ലേ?
ഇതിൽ നമുക്ക് വലിയ വ്യത്യാസമില്ല. എന്തായാലും 6നും 7നും ഇടയ്ക്കാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഏകദേശം ന്യൂട്രലോട്ട് വരുന്ന ആ ഒരു ഇതാണ്. 6നും 7നും ഇടയ്ക്കാണ് നമുക്ക് ഈ വെള്ളം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് ഇനി അടുത്തത് നമുക്ക് ചെയ്യാം. നമുക്ക് ആസിഡ്, അതായത് നമുക്ക് വിനീഗർ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നാരങ്ങ ജ്യൂസോ എന്ത് വേണമെങ്കിലും ഒഴിച്ചിട്ട് നമുക്കത് നോക്കാവുന്നതാണ്. ഒരു സ്ട്രൈപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും വെച്ചാൽ മതിയാകും. കണ്ടോ, കളർ കണ്ടോ? നമുക്ക് യെല്ലോ കളർ അല്ല കിട്ടിയത്. നമുക്ക് ഏകദേശം 3ക്കും 5ക്കും ഇടയിൽ ഒരു 5 കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 5 ആണ് ആ കളർ, ആ നമ്പറിൻ്റെ കളറിനോട് യോജിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് അതിൻ്റെ pH എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇതെന്താണ്, നമുക്ക് അസിഡിക്കാന്ന് പറയാം. ഓക്കെ, ആ കളർ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഇത് എത്രയാണ്? 5 ഉണ്ടോ? ഇനി നമുക്ക് ഒരു ഡിറ്റർജൻറ്റ് നോക്കാം. നമുക്കൊരു ഡിറ്റർജൻ്റായിട്ട് നമ്മളിപ്പം സോപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് സർഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡിറ്റർജൻ്റായിട്ട്. നമ്മൾ ആൽക്കലി ടെസ്റ്റ് ചെയ്യാനാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കളറാണ് കിട്ടിയത്. ഇനി നമുക്കിതിൽ ഒന്ന് സൂം ചെയ്ത് നോക്കണേ, ഏത് കളറാണ് കിട്ടുന്നതെന്ന് നോക്കാം. 12 ആണ് അല്ലേ? അപ്പോൾ എബവ് 7 ആണെങ്കിൽ നമുക്ക് എന്താണ്? ആൽക്കലിയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 12 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ. ഇനി നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോയിലും വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ടൊമാറ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം നാരങ്ങ പോലെ തന്നെയാണ്, വൈറ്റമിൻ സി ഒക്കെ ഉള്ളതാണ്. നമുക്കിത് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിതിൽ ജ്യൂസിൽ ഒഴിക്കണമെന്നില്ല. ഇങ്ങനെ ജസ്റ്റ് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. നമുക്ക് ഏകദേശം 6, 5 ആണ് വരുന്നത് അല്ലേ? 5നും 6നും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇതും അസിഡിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ pHന് ഇപ്പോൾ നമ്മൾ കർഷകരാരെങ്കിലും, ഞാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് മണ്ണ് കൊണ്ട് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മണ്ണ് ടെസ്റ്റ് ചെയ്യും. മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ അസിഡിക് ആയിരിക്കും. അതായത് 7ന് താഴെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവരോട് പറയാം മണ്ണ് അത് കറക്റ്റ് അല്ല. കാരണം 7 ആയാൽ മാത്രമേ, ന്യൂട്രൽ ആയാൽ മാത്രമേ മണ്ണ് നല്ല മണ്ണാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്കത് കുമ്മായമൊക്കെ ശരിക്കും ആഡ് ചെയ്യാൻ പറയാം. ഇനി അവർ കുമ്മായം കൂടുതൽ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കൊണ്ടുവരുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് പറ്റും? നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബേസ് കൂടുതലാണ് അല്ലെങ്കിൽ ആൽക്കലൈൻ കൂടുതലാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൽക്കലൈൻ കൂടുതലാണെങ്കിൽ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാം, ചാണക വെള്ളം കൊടുക്കും. അങ്ങനെ നമുക്കത് ന്യൂട്രലാക്കാം. ഇനി നമ്മൾ ലാബിലാണെങ്കിൽ എന്ത് ചെയ്യും? അസിഡിറ്റി കൂടുതലാണെങ്കിൽ നമ്മളത് ഏതെങ്കിലും ഒരു എണ്ണയോ വെച്ച് എന്തെങ്കിലും എടുത്ത് ബേസ് എടുത്തിട്ട് നമ്മളത് ന്യൂട്രലാക്കും. ഇനി ബേസ് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ pH നോക്കിയിട്ട് അതിൻ്റെ ബേസ് കൂടുതലാണെങ്കിൽ ന്യൂട്രലാക്കാൻ നമ്മൾ ആസിഡ് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതാണ് pH പേപ്പറിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഇത് വളരെ ഒരു നല്ല മെത്തേഡാണ്. pH മെഷീനൊക്കെ ആകുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ ഇവിടെ മെഷീനിൽ വെച്ച് ഒരു മണിക്കൂറുകളോളം ഇരിക്കുന്ന കാണാം. ഇതാകുമ്പോൾ നമുക്ക് വാങ്ങിക്കാനും ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഓർഡർ ചെയ്താൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു, മെയിനായിട്ട് നമുക്ക് 1 to 14 വരെയാണ് ഇതുള്ളത്. അതിൽ നമ്പേഴ്സ് ഉള്ളത്. അതിൽ 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ. അത് നമ്മൾ കുടിക്കുന്ന വെള്ളം. ഇപ്പോൾ ഇത് നമ്മൾ മേടിച്ച് വെച്ചാലും നമുക്കിപ്പോൾ വെള്ളം നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ പുറത്തുനിന്നാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ pH ഒന്ന് നോക്കാം, അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. 7 ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളിത് വെച്ച് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 1 or 2 സെക്കൻഡ് മതിയാവും. അതേപോലെ നമ്മുടെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നോക്കാൻ നമ്മൾ ഉപയോഗിക്കും. ഇത് പാല്, അതിൻ്റെയൊക്കെ pH കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഈ സ്ട്രൈപ്സ് നമുക്ക് പേപ്പേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.